ദിവസേന ഓരോ പുതിയ പുതിയ അവതാരങ്ങൾ വരിക. അപ്പോൾ അവസാനത്തെ അവതാരമാണ് രാജേഷ് കൃഷ്ണ. ഏതായാലും ഈ സംഭവത്തിനെക്കുറിച്ച് ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കണം. എന്താണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. എല്ലാ നിലവിലുള്ള മന്ത്രിമാരിൽ പലരും മുൻ മന്ത്രിമാരും ഈ ഉപജാപ സംഘത്തിൽ ഉൾപ്പെട്ടു എന്നാണ് ദിവസേന വരുന്ന വാർത്തകൾ. അതിനെ അവഗണിക്കുക എന്നാണ് CPM തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള സമരവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും. കാരണം ഇത് ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയമല്ല, ഇത് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് പല പദ്ധതികൾക്കും കമ്മീഷൻ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മന്ത്രിമാരെത്തിയിരിക്കുന്നു. ഇവരെല്ലാം പലരും അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പറയുന്ന ചില വ്യക്തികൾ ഇവരൊക്കെ അച്യുതാനന്ദന്റെ ഭാഷയിൽ വെറുക്കപ്പെട്ടവരാണ് സമൂഹത്തിൽ. അങ്ങനെയുള്ളവരുമായിട്ടാണ് ഭരണപക്ഷത്തിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബന്ധമുള്ളത്. അതാണ് പറഞ്ഞത്, ഇത് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമല്ല, ഭരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖം വികൃതമാവുകയാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ഇന്ന് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ അദ്ദേഹം ഒരു കുരിശുയുദ്ധം തന്നെ നടത്തിയത്. അദ്ദേഹത്തിനെ പോലുള്ളൊരു അഭാവം എന്തും ചെയ്യാനുള്ള ലൈസൻസായി മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിരിക്കുക. അതുകൊണ്ട് അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വം രണ്ടും ഒന്ന് തന്നെയാണ്. CPM സംബന്ധിച്ച് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം അവർ കാണിക്കണം. ഗോവിന്ദൻ മാഷ് വായ തുറന്ന കാര്യം പറയണം. അതല്ലാതെ അവജ്ഞയോടെ തള്ളാൻ നിന്നാൽ ഇത് കേരളത്തിൽ ഇതിന് വലിയ വില ആ പാർട്ടിക്ക് കൊടുക്കേണ്ടി വരുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന എല്ലാ പാർട്ടി സെക്രട്ടറിമാർക്കെതിരായിട്ട് ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇത് വ്യക്തമായ ഒരു എവിഡൻസോടുകൂടെ ഒരാൾ പറയുകയാണ്. ആ പറയുന്ന വ്യക്തി കോൺഗ്രസ്സുകാരനല്ല, CPMന്റെ അനുഭാവിയാണ്. നെഷാദ് എന്ന് പറയുന്ന വ്യക്തിയും CPMന്റെ അനുഭാവിയാണ്. രാജേഷ് കൃഷ്ണ അനുഭാവിയേക്കാൾ കൂടുതൽ പാർട്ടി വർക്കറാണ്. അപ്പോൾ അത് നിസ്സാര കാര്യമാണ്. ഇതല്ലാതെ ഒരു കോൺഗ്രസ്സുകാരൻ ഉന്നയിക്കുന്ന വിഷയമല്ല, ഇത് പാർട്ടിക്കാർ പരസ്പരം ഉന്നയിക്കുകയാണ്. ഇവർ രണ്ടുപേരും പാർട്ടിക്കാരാ, ഇവർ രണ്ടുപേരും കോൺഗ്രസ്സുകാരല്ല. അപ്പോൾ ഇതിന് നിസ്സാരമായിട്ട് കാണാൻ കഴിയുമോ? അല്ല, തൊലി പൊളിക്കും ജനങ്ങളും, അതിന് കാത്തിരിക്കുക അവർ. ലോക്കൽ ബോഡി ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ. പക്ഷേ അതല്ലല്ലോ, നിയമവശങ്ങളും കൂടെ നോക്കണം. അല്ലാതെ വെറും രാഷ്ട്രീയം മാത്രമല്ല, നിയമപരമായി സർക്കാർ പ്രതിസ്ഥാനത്ത് നിൽക്കുക. CPM നേതാക്കൾ ഭരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെയുണ്ട്, കോടിയേരിവർഷനെതിരെയുണ്ട്, ഇപ്പം ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയുണ്ട്. അപ്പോൾ ഈ നേതാക്കളുടെ ഷേഡി ക്യാരക്ടേഴ്സുള്ള ബന്ധം കൂടുതൽ തെളിഞ്ഞു വരികയാണെന്ന്. തീർച്ചയായിട്ടും. അതായത് വെറുക്കപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം, ഞാൻ പറഞ്ഞ ആ ഒരു വാചകമാണ്, വെറുക്കപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് വർദ്ധിച്ചു വരും. അതാണ് കാണാൻ കഴിയും. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് തന്നെയാ ദോഷം. ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ. ഞങ്ങളുടെ പ്രയോറിറ്റി പഞ്ചായത്ത് ജയിക്കുക എന്നുള്ളതാണ്. അതിനാണ് പ്രയോറിറ്റി. അങ്ങനെയൊന്നുമല്ല, ഫസ്റ്റ് പ്രയോറിറ്റി ലോക്കൽ ബോഡി ഇലക്ഷൻ. അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ പാർട്ടിയുടെ ഘടകങ്ങളുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഉചിതമായ തീരുമാനം തന്നെയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. തീർച്ചയായും ലോക്കൽ ബോഡിയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാന ടാർഗറ്റ്. അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് മാറ്റം വരുത്തേണ്ടത് പിന്നീട് മാറ്റം വരും. അധ്യക്ഷന്മാരുടെ കാര്യത്തിലും അത് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞ മൊത്തമുള്ള കാര്യങ്ങൾ. ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരെയൊക്കെ വാനരന്മാരെന്നാണ് സുരേഷ് ഗോപി വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ മാത്രമല്ല, അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരെയും വാനരന്മാരായിട്ട് അദ്ദേഹം വിചാരിക്കും. അപ്പൊ അതിന് മറുപടി കൊടുക്കേണ്ട തൃശ്ശൂരുകാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ജയിപ്പിച്ചു വിട്ടാൽ ഇതാണ് ഫലം എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. തൃശ്ശൂർ ഇലക്ഷൻ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ താങ്കൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയും അത് പറയുകയും ചെയ്തിരുന്നു. ഈ വോട്ട് ചോറി ആരോപണങ്ങൾക്ക് മുന്നിൽ ഞാനാണ് ആദ്യം തുടങ്ങിയത്. ഞാൻ അന്ന് ഇത് എഴുതി കൊടുത്തു, റിട്ടേണായിട്ട് കൊടുത്ത ഒരാൾ ഞാനാ. LDF സ്ഥാനാർത്ഥി പിന്നീട് കൊടുത്തു. ഇപ്പോഴാണ് ലോകത അറിയുന്നത് ഈ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞ പൂട്ടിക്കിടക്കുന്ന ഫ്ളാറ്റുകളിൽ വരെ വ്യാജ വോട്ട് ചേർക്കും. ഇവര് 3 ഘട്ടമായിട്ടാണ് ഇലക്ഷൻ ഇത് തന്ത്രങ്ങൾ ഒരുക്കുക. ഒന്ന്, വ്യാജ വോട്ട് ചേർക്കുക. 2, അപ്പോൾ വ്യാജ വോട്ട് ചേർക്കുമ്പോൾ ഏതാണ്ട് UDF-നും LDF-നും ഒപ്പം ഓടിയെത്തുക.
പിന്നെ പൂരം കലക്കൽ, സാമുദായിക നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധപ്പെടൽ, സ്ഥാനാർത്ഥിയുടെ താരപരിവേഷം, ഇതൊക്കെയാകുമ്പോൾ 3,00,000 ജയിച്ചു. അതാണ് സംഭവം.